നിങ്ങളെ പോലത്തെ ആൾക്കാർ ആദ്യമേ വന്ന് ഇത് നിങ്ങൾ എയർ ചെയ്യണം. മിക്കുള്ള സമയത്തും റിവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാർ സിനിമ കണ്ടിട്ടല്ല റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വൈ ആൾക്കാർ എന്താണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഒരു ആവശ്യമില്ല. ഇനി വല്ലവരും പൈസ കൊടുത്തിട്ട് വന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് അറിഞ്ഞൂടാ. ആ 2 മൂവി ഇതിൻ്റെ 7 അയലത്ത് വരില്ല. ഞാൻ നിഖില വിമൽ ഫാൻ അല്ലെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ചാനലിൽ ഇടാൻ പറ്റുമെങ്കിൽ ഐ സേ ഹാറ്റ്സ് ഓഫ് ടു യു. വളരെ നല്ല മൂവി. എന്തുകൊണ്ടാണ് ഇതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി ഐ റിയലി ലൈക്ക് ദ മൂവി. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയൂ. നിങ്ങളെ പോലത്തെ ആൾക്കാർ ആദ്യമേ വന്ന് ഇത് നിങ്ങൾ എയർ ചെയ്യണം. ഒരു കാര്യമുണ്ട്, മിക്കുള്ള സമയത്തും റിവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാർ സിനിമ കണ്ടിട്ടല്ല റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ചാനലിൽ ഇടാൻ പറ്റുമെങ്കിൽ ഐ സേ ഹാറ്റ്സ് ഓഫ് ടു യു. റിവ്യൂ എടുക്കുന്ന ആൾക്കാരും സിനിമ കണ്ടതിന് ശേഷം ഒന്ന് നിരീക്ഷിക്കണം സിനിമയെക്കുറിച്ച്. വളരെ ചുരുക്കമാണ് ഞാൻ ഒരു റിവ്യൂവിനെ കുറിച്ച് കേട്ടിട്ട് ഒരു സിനിമ ലാസ്റ്റ് ഇൻ ദ ലിസ്റ്റ് വയ്ക്കുന്നത്. ഞാൻ ഒരു ഉണ്ണിമുകുന്ദൻ ഫാനാണ്. ഞാൻ നിഖില വിമൽ ഫാൻ അല്ലെങ്കിൽ പോലും ഞാൻ ഉണ്ണിമുകുന്ദൻ ഫാനാണ്. അദ്ദേഹത്തിൻ്റെ മൂവി ഞാൻ ഏറ്റവും ലാസ്റ്റ് ഈ ആഴ്ച ഇറങ്ങിയാൽ ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വെക്കാൻ കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അത്രയ്ക്കും നല്ല റിപ്പോർട്ട്സ് കേട്ടില്ല. കാരണം നമുക്ക് നടന്നാലോ, കാരണം വേറൊന്നുമല്ല, ഇതിനെക്കുറിച്ച് കമ്പാരിസൺ വന്നത് വിശേഷവും സൂക്ഷിച്ച് വേറൊരു മൂവി ഉണ്ട് ഈയിടെ അൻപോട് ഉള്ള സത്യം പറയാമല്ലോ, ദിസ് ഇസ് എൻ എക്സലൻറ്റ് മൂവി. മറ്റ് 2 മൂവിയുടെ ആ 2 മൂവി ഇതിൻ്റെ 7 അയലത്ത് വരില്ല. അത്രയും നല്ല ക്രാഫ്റ്റിലാണ് ഈ സിനിമ ഉണ്ടാക്കിയെന്ന്. സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും എഡിറ്റ്സ് ആയിരുന്നാലും മ്യൂസിക് ആയിരുന്നാലും ആൻഡ് പെർഫോമൻസ്. വാവ്, ഉണ്ണിമുകുന്ദനും നിഖിലെന്ന് ഞാൻ ഇത്രയും നല്ലൊരു എന്താ പറയണേ, ക്യാരക്ടേഴ്സ് ജെല്ല് ചെയ്ത് പോകുന്ന ഞാൻ ഒരിക്കലും വളരെ നാച്ചുറൽ തീം ഓൾറെഡി ചിലപ്പോൾ നേരത്തെ കാണാം. ഞാൻ പറഞ്ഞ നേരത്തെയുള്ള 2 സിനിമ ഈ 3 സിനിമകളുടെ ഒരൊറ്റ കോമൺ ഫാക്ടറേ ഉള്ളൂ. ഈ 3 സിനിമയിൽ ജോണി ആൻ്റണി എന്ന് പറഞ്ഞ വ്യക്തി അഭിനയിച്ചിട്ടുണ്ടോ. അല്ലാതെ മേ ബി ദ തീം ഓഫ് ഗെറ്റിംഗ് എ ബേബി ത്രൂ IVF അത്രേ ഉള്ളൂ. പക്ഷെ ദിസ് മൂവി ഈസ് കംപ്ലീറ്റ്ലി വേറൊരു ലെവൽ. കമേഴ്ഷ്യലി വളരെ ഫീസിബിളായിട്ടുള്ളൊരു സിനിമ. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ ക്യാൻ കമ്പയർ ഓർ എങ്ങനെ ഈ ഒരു സിനിമ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നു. ഡെഫിനറ്റ്ലി പീപ്പിൾ ഷുഡ് കം ആൻഡ് വാച്ച് ദിസ് മൂവി. ഇറ്റ്സ് വെരി ഗുഡ് മൂവി. അത് എനിക്ക് തോന്നുന്നു വേറൊന്നുമല്ല, കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതും ഞാൻ കണ്ടു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചോയ്സ്. അതായിരുന്നു എൻ്റെയും ഫസ്റ്റ് ചോയ്സ്. ഇതിൻ്റെ ഇപ്പം ഈ വീക്കിൽ ഞാൻ കണ്ടത് ലാസ്റ്റ് ചോയ്സ് ഇതായിരുന്നു. അത് ത്രില്ലർ, ആക്ഷൻ, എവറിത്തിങ്. മനസ്സിലായില്ലേ? ആൾക്കാർക്ക് അതിലോട്ടാണ് താല്പര്യം കൂടുതൽ. ദാറ്റ്സ് എ ഗുഡ് മൂവി, അതിൽ വേറെ സംശയമില്ല. വളരെ എൻ്റർടൈനിങ്, വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന സിനിമ. ഇത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, മേ ബി എൻ്റെ ഒരു ഇതായിരിക്കാം, ഇവർക്ക് 2 പേർക്ക് ഇവരുടെ പോളിറ്റിക്സ് ഉണ്ട്. ഡിഫറെൻറ്റ് എക്സ്ട്രീമിൽ നിൽക്കുന്ന 2 പേരുടെ പോളിറ്റിക്സ്. ഇവർ 2 കൂടെ ചേരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് കാണുമായിരിക്കും മേ ബി. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദനും ഒരു ഹാർഡ് കോർ ഒരു ആക്ഷൻ മൂവി കോൾഡ് മാർക്കോ എന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു വളരെ ലൈക്കബിൾ, ലവബിൾ ക്യാരക്ടറായിട്ട് ഈ പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ വളരെ അങ്ങനെ തന്നെ തോന്നുന്ന ഒരിതാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമയിൽ വരുമ്പോൾ ചിലപ്പം ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റി കാണൂലായിരിക്കും. മേ ബി ഉണ്ണിമുകുന്ദൻ ആ സിനിമയ്ക്ക് ഉണ്ണിമുകുന്ദൻ പേഴ്സണലി ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ സിനിമ പ്രൊമോട്ട് ചെയ്തില്ലായിരുന്നെങ്കിലും ദാറ്റ് മൂവി വുഡ് ഹാവ് ബീൻ എ ബിഗ് ഹിറ്റ്. ഈ സിനിമയ്ക്ക് ഉണ്ണിമുകുന്ദൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ കൂടുതൽ പ്രൊമോഷൻ, 2 പേരും ഇച്ചിരി കൂടെ ഒരു ലൈറ്റർ വേർഷനിൽ കൂടുതൽ ആക്ടേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ ഇതിനെ ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് എടുക്കുമായിരുന്നു. പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ഈവൻ ഈ ഇടയ്ക്ക് എല്ലാ ആക്ടേഴ്സും ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് തിങ്ക് ഇതൊരു പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ടേഴ്സ് ഇങ്ങനെ വന്ന് ഒരു ഓവർ ദ ടോപ്പ്. പക്ഷേ ഈ മൂവീസ്, ഇങ്ങനത്തെ മൂവീസ് ഇസ് ക്വൈറ്റ് ഗുഡ്. ഇറ്റ്സ് ബീൻ മെയ്ഡ് റിയലി വെൽ. ഡയറക്ടർ വിനയ് ഗോവിന്ദ്, സാം സിയസിൻ്റെ പാട്ടായിരുന്നാലും കംപ്ലീറ്റ് ഓൺസോമ്പിൾ കാസ്റ്റ് ആയിരുന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ വൈ ആൾക്കാർ എന്താണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഒരു ആവശ്യമില്ല. ഇനി വല്ലവരും പൈസ കൊടുത്തിട്ട് വന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് അറിഞ്ഞൂടാ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഞാൻ ആദ്യമൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹാഫ് ടൈം ആയപ്പം ഞാൻ പറഞ്ഞു ഉഗ്രൻ സിനിമ ആണല്ലോ, ഇത് എന്താ കുഴപ്പം. ചിലപ്പം സെക്കൻഡ് ഹാഫ് ആയിരിക്കും ചിലപ്പം എന്തെങ്കിലും പ്രോബ്ലമോ. നത്തിങ്. ആദ്യമൊട്ട് അവസാനം വരെ നല്ല പേസ്, വളരെ കളർഫുൾ, വളരെ നല്ല സ്റ്റോറി, family watch. I hope this movie becomes a huge hit.